നമ്മളെ തീർത്തും ഔട്ടാക്കാനുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും അതിനെ ഒരു വിധി കൊണ്ട് ഞങ്ങൾ മാറ്റി എഴുതി എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ BJP-യിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് ഈ തവണത്തെ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. BJP-യുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഇത്രയും കാലങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ആ തെരഞ്ഞെടുപ്പ് BJP-യെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ മധുരത്തിൻ്റെതായി, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വലിയ ഞെട്ടലിൻ്റെതും. കോർപ്പറേഷൻ നികുതികാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി BJP-യുടെ 13-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി വിജയിച്ച വിനീത സജീവ് വിജയിച്ചു എന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിന്റെ നിമിഷമായി മാറിയത്. അതേസമയം തങ്ങൾക്ക് ലഭിക്കുമായിരുന്ന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് കോൺഗ്രസ് അംഗങ്ങൾ. എന്ത് തന്നെയായാലും വിനീത സജീവിന്റെ വിജയം BJP പ്രവർത്തകർ മധുരം കൊടുത്തും വിനീത സജീവിനെ പൊന്നാട എണീച്ചും ഒക്കെ ആഘോഷിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ഒരു നിയോഗം എന്നിലേക്ക് എത്തിച്ചേർന്നതിൽ. പക്ഷെ ഇതൊരു നറുക്കെടുപ്പിന്റെ വിജയം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരുപാട് വർഷത്തെ അധ്വാനത്തിന്റെ, ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെയും എല്ലാം ഫലമായിട്ട് കാണുന്നു. ഒരു നിമിത്തമാവാൻ പറ്റിയതിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ഥിരം സമിതി അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ BJP-യുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യ സഖ്യത്തിന്റെ കോൺഗ്രസ് CPM ഒരു ബന്ധത്തിന്റെ കൂടി ഒരു അവിശുദ്ധ ബന്ധത്തെ പൊളിച്ചെടുക്കാൻ കൂടി ഒരു ഇതിലൂടെ നേട്ടത്തിലൂടെ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ് പറഞ്ഞത്? അതാണ് അവർക്ക് രണ്ടുപേർക്കും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു, സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. എങ്ങനെ വേണമെങ്കിലും ആ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത്, നമ്മളെ തീർത്തും ഔട്ടാക്കാനുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരു കരുത്ത് അവർക്കുണ്ടായിരുന്നു. എന്നിട്ടും അതിനെ ഒരു വിധി കൊണ്ട് ഞങ്ങൾ മാറ്റി എഴുതി എന്നുള്ളതാണ് സത്യം. ആ ഒരു നിയോഗം പോലെ ഞങ്ങൾക്ക് 4 പേർക്ക് ലാസ്റ്റ് ആ കമ്മിറ്റിയിൽ ചാൻസ് കിട്ടുകയും, സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ചെറിയ ഞങ്ങളുടെ പ്ലാനിങ്ങിന്റെ അല്ലെങ്കിൽ അറിവില്ലായ്മന്റെ ഒരു ചെറിയൊരു ഇതുകൊണ്ടാണ് എല്ലാ കമ്മിറ്റിയിലും ഞങ്ങൾ 2 കമ്മിറ്റിയിൽ റെപ്രസെന്റേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ ആ 2 പേര് ഞങ്ങളുടെ ഈ കമ്മിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെയർമാൻഷിപ്പ് കിട്ടി എന്നുള്ളതാണ് ഭാഗ്യമായിട്ട് കാണുന്നു. ഭാഗ്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ നിമിഷത്തെ ഭാഗ്യം. പക്ഷെ അത് ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളുടെ ഫലം തന്നെയാണ്, അതിനൊരു സംശയമില്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ കൗൺസിലർമാർ 13 പേരുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് അവരുടെ 5 വർഷക്കാലത്തെ എങ്ങനെയാണ്? അപ്പം കഴിഞ്ഞ വർഷമൊക്കെ BJP-ക്ക് പ്രാതിനിധ്യം കുറവായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രാതിനിധ്യമുണ്ട്, ഒരു സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനമുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഒരു കൗൺസിൽ കാലഘട്ടത്തിൽ? BJP-യുടെ ഒരു വിജയം എന്ന് പറയുന്നത് ഇത്രയും കാലങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ്. അതാണ് ഞാൻ വീണ്ടും എനിക്ക് ഊന്നി പറയാനുള്ള ഒരു കാര്യം അതാണ്. കാരണം സ്ഥിരമായ പ്രവർത്തനങ്ങളിലൂടെയുള്ള വിജയമാണ്, അത് ഒരു രാത്രി കൊണ്ട് കൊയ്തെടുക്കുന്ന വിജയങ്ങളല്ല. അപ്പൊ ഈ 5 വർഷക്കാലം ഞങ്ങൾ 13 പേരുണ്ട് കൗൺസിലിൽ. ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി നിൽക്കും. അതിൽ കൂടെ അശക്തമായ പ്രതിപക്ഷം തന്നെയാണ്. തീർച്ചയായിട്ടും നല്ലതിന് വേണ്ടി മാത്രം നിലകൊള്ളാൻ ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ 13 പേര്. ഈ 13 പേരുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അടുത്ത മേയർ സ്ഥാനത്തേക്ക് ഞങ്ങളുടെ ഒരാൾ ഉണ്ടാവും എന്നുള്ളതിലേക്കുള്ള ഒരു വിജയത്തിന് വേണ്ടിയുള്ള വഴി തെളിക്കൽ തന്നെയായിരിക്കും. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP-ക്ക് ഇങ്ങനൊരു സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ BJP കോഴിക്കോട് കോർപ്പറേഷന്റെ 60 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. തീർച്ചയായും കോഴിക്കോട് കോർപ്പറേഷന്റെ 62 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് നികുതി അപ്പീൽ സ്ഥിരം സമിതി അധ്യക്ഷയായിട്ട് ഒരവസരം ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോഴിക്കോട് കോർപ്പറേഷനിലെ അഴിമതിക്കെതിരായിട്ട്, ധൂർത്തിനെതിരായിട്ട്, കെടുകാര്യസ്ഥതക്കെതിരായിട്ട് നിരന്തരമായിട്ട് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുകയാണ്. കുറച്ച് കൗൺസിലർമാർ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. ജനങ്ങൾ BJP-യിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് ഈ തവണത്തെ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 മുന്നണികളും കാണിച്ചുകൊണ്ടിരിക്കുന്ന അസാൻമാർഗിക നിലപാടുകൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ വിജയമായിട്ടാണ് ശ്രീ വിനീത സജീവിൻ്റെ ഈ സ്ഥിരസമിതി ചെയർമാനായിട്ടുള്ള വിജയം ഞങ്ങൾ കണക്കാക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ, കോഴിക്കോട് ജില്ലയിൽ നമുക്ക് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള വലിയ ഒരു ഊർജമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിരന്തരം പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകന്റെയും മനസ്സ് നിറക്കുന്ന ഒരു സന്തോഷം കൂടിയാണ് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നത്.
കോഴിക്കോട് കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ഈ നികുതി അടയ്ക്കാത്ത അല്ലെങ്കിൽ കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി കെട്ടിടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ആ തീപിടുത്തത്തിന്റെ സമയത്താണ് പുതിയ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന കെട്ടിടം പോലും അനധികൃതമാണെന്നൊക്കെ നാം തിരിച്ചറിയുന്നത്. അപ്പം BJP യെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളൊക്കെ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഘടന കൂടിയാണ്, ഒരു പാർട്ടി കൂടിയാണ് BJP. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അധ്യക്ഷ സ്ഥാനം ലഭിച്ചത് ആ തരത്തിലും ഗുണമാകും. തീർച്ചയായിട്ടും കെട്ടിട നമ്പർ അഴിമതി എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു അഴിമതിയാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ. എന്ന് പറഞ്ഞാൽ സ്വാധീനമുള്ള ആളുകൾക്ക് എവിടെയും ഏത് അനധികൃത കെട്ടിടവും ഉണ്ടാക്കാം. അതിന് പിൻവാതിലിലൂടെ പിന്നീട് നമ്പർ കൊടുക്കുന്ന ഒരു സ്ഥിരം കാഴ്ച കോഴിക്കോട് കോർപ്പറേഷനിൽ നമുക്ക് കണ്ട ചരിത്രമാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഭരണസ്വാധീനമുള്ള ആളുകൾ, ഭരണസ്വാധീനം വെച്ചാൽ ഭരണത്തിലെത്തിയിട്ടുള്ള ആളുകൾ മാത്രമല്ല. നമ്മൾ കെട്ടിട നമ്പർ അഴിമതി പുറത്തു വന്നപ്പോൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ആളുകൾക്ക് അതിനകത്ത് പങ്കുണ്ടായിരുന്നു. അവരുടെ സഹായത്തോടു കൂടിയാണ് ഇത്രയും വലിയ ഒരു കെട്ടിട നമ്പർ അഴിമതി നടത്തിയത് എന്നുള്ളതാണ് പുറത്തറിയാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായിട്ടും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി അത്തരമൊരു പ്രധാനപ്പെട്ട സമിതിയിൽ അംഗമായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് കോർപ്പറേഷന്റെ ചെയ്തികളെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. BJP പ്രവർത്തകർക്ക് ഇത് വലിയ ആഹ്ലാദത്തിന്റെ ദിവസമാകുമ്പോൾ UDF-നെ, വിശേഷിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു തോൽവിയുമായി പോയി എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ അല്ലെ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-ന് കോഴിക്കോട് കോർപ്പറേഷനിൽ 28 അംഗങ്ങളാണുള്ളത്. LDF-ന് 35 അംഗങ്ങളും. 35 അംഗങ്ങളുള്ള LDF-ന് 6 സ്ഥിരം സമിതി അധ്യക്ഷന്മാർ ലഭിച്ചപ്പോൾ UDF-ന് ഒരെണ്ണം മാത്രമായി എന്നുള്ളത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ്. മാത്രവുമല്ല, ആ ഒരു അംഗം തന്നെ മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ഒരു സ്ത്രീയാണെന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിന് സ്ഥിരം സമിതി അധ്യക്ഷന്മാരില്ലാതായിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? കോൺഗ്രസ് CPIM-നെയും BJP-യെയും പഴിചാരുന്നുണ്ടെങ്കിലും ഇവിടെ നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിനകത്ത് തന്നെയുള്ള പടലപ്പിണക്കങ്ങളാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഈ ഒരു പരാജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. സ്ഥിരം സമിതി അംഗങ്ങളെ നിശ്ചയിക്കുന്ന സമയത്ത് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ചില മൂപ്പുളമ തർക്കങ്ങളും ചില വാശികളുമാണ് ഇത്തരത്തിൽ അർഹമായിരുന്ന ഒരു സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത്. നികുതി അപ്പീൽ സ്ഥിരം സമിതിക്കകത്ത് ആകെ 9 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് BJP-ക്ക് 4, UDF-ന് 4, LDF-ന് 1 എന്നുള്ളതായിരുന്നു ഈ കക്ഷിനില. ഇതോടുകൂടിയാണ് LDF ഇപ്രകാരം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതോടുകൂടി UDF-നും BJP-ക്കും 4-4 ആയി. തുടർന്ന് നടന്ന നറുക്കെടുപ്പിലാണ് BJP-യുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയും അതോടുകൂടി കോൺഗ്രസിന് തങ്ങൾക്ക് അർഹമായിരുന്ന നികുതികാര്യ അപ്പീൽ സ്ഥിരാധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തത് എന്നുള്ളതാണ്. എന്തിനായാലും ഇത് BJP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 62 വർഷത്തെ കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആദ്യമായി ലഭിക്കുന്ന ഒരു സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനമാണ്. കാലങ്ങളായി തങ്ങൾ നടത്തിയ പ്രവർത്തനത്തിനുള്ള അംഗീകാരം എന്നുള്ള രീതിയിലാണ് BJP-യുടെ പ്രവർത്തകർ ഈ ഒരു നേട്ടത്തെ കാണുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.